ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുതശങ്കരപ്രഭൃതിഭർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം കുറച്ച് ചൊല്ലാം. രണ്ടാം പാദം, അച്യുതൻ്റെ ഗുണം എന്നുള്ളത്. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നി. അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമ ഹരി. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമ ഹരി. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നി. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമ ഹരി. ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംഭോരുഹം. വിശ്വരക്ഷാവിധൗ വിഷ്ണു എന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണരാമ ഹരി. ഉത്തമൻ ദിഗ്ജയ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ. ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമ ഹരി. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമ ഹരി. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീ. അച്യുതൻ്റെ ഗുണം കേട്ടാവോളം. അച്യുതൻ്റെ ഗുണം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാഹാത്മ്യം. വിശ്വനാഥോ ഉദയം, ഈശ്വര അവതാരമാണ് ഉദയം. ഭഗവാൻ അവതരിച്ചത് ഉദയം ചെയ്തു. ആ വിഷ്ണു ഭഗവാന്റെ മാഹാത്മ്യം തുടരെ കേട്ടുകഴിഞ്ഞാൽ മറ്റൊന്നിലും ആഗ്രഹം ഉണ്ടാവുക ഇല്ല. ഭക്തജനങ്ങൾ ഭക്തമക്കൾക്ക് അങ്ങനെയാണ്. എത്രത്തോളം കേട്ടാലും മതി വരികയില്ല, മറ്റൊന്നിലും ആഗ്രഹം ഉണ്ടാവുകയില്ല. അതാണ് ഭഗവത് കഥകൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടാലോ മതി വരികയില്ല, മറ്റൊന്നിലും തന്നെ ആഗ്രഹം ഉണ്ടാകയില്ല. എന്തിനാ പിന്നെ ആഗ്രഹം ഉണ്ടാകുന്നത്? ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ കേൾക്കാനും ചൊല്ലാനുമാണ് ആഗ്രഹം. ഈശ്വര അവതാര കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം ആർക്കില്ല? പാപികൾക്ക് ലഭിക്കുകയില്ല, സുഹൃതമില്ല. അവർ കഴിഞ്ഞ ജന്മങ്ങളോ ഈ ജന്മങ്ങളോ അവർക്ക് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? ഈശ്വരനെ അറിയുന്നില്ല. കഴിഞ്ഞ ജന്മങ്ങൾ ഈശ്വരനെ അറിഞ്ഞിരുന്നെങ്കിൽ കുറേയൊക്കെ കിട്ടിപ്പോയേനെ. ചെയ്യാത്തതുകൊണ്ട് ഏതാ ഒന്നും തന്നെ തിരിച്ചറിവില്ല. അതുകൊണ്ട് ഭഗവത് കഥകൾ കേൾക്കാനോ ഇത് ചൊല്ലുന്നിടത്ത് കേട്ടിരിക്കാനോ അവർക്ക് താല്പര്യമേ ഇല്ല. ഭക്തമക്കൾ മറ്റൊന്നിനും ഈ ലോക ചിന്തയ്ക്ക് ആഗ്രഹമില്ലാത്തതുപോലെ ഭക്തമക്കൾ അല്ലാത്തവർക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമില്ല. അവർക്ക് എന്തിനാ താല്പര്യം? ഈ ലോക സുഖങ്ങൾക്കാണ് താല്പര്യം.
അതുകൊണ്ട് ഭക്തമക്കൾ ചിന്തിക്കുക, കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത സുഹൃതം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആഭിമുഖ്യം വരും രണ്ടാമത്തത്. ഭഗവത് കൃപ അല്പമെങ്കിലും ഉള്ളവർക്ക് അവരുടെ പുണ്യങ്ങളുടെ ഫലമായി ഈശ്വരകഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടാകും. പണ്ട് പരീക്ഷിത് രാജാവിന് ശാപഗ്രസ്തനായതിനു ശേഷം ഭഗവത് കഥ ശ്രവണത്തിൽ താല്പര്യമുണ്ടായി. അതുവരെ അത്രയ്ക്ക് പ്രവൃത്തികളെല്ലാം നല്ലതായതുകൊണ്ടാണല്ലോ അതിന് താല്പര്യം ഉണ്ടായത് തന്നെ. ഈ ശാപം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് താല്പര്യം വർദ്ധിച്ചത്. അതൊരു നിമിത്തമായി വന്നു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിനുള്ള സമയങ്ങൾ കിട്ടത്തില്ല, രാജാവല്ലേ, മറ്റ് കാര്യങ്ങൾക്കുള്ള സമയങ്ങൾ അങ്ങനെ അങ്ങ് പോകും. എന്നാൽ എന്ത് തന്നെ വന്നാലും ഈ ലോകചിന്തയിൽ എന്തെല്ലാം തന്നെ ആയാലും ഭഗവാനെ നമ്മൾ അറിയാത്തത് കൊണ്ട് അറിയാതെ പൂക്കളെയും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, എന്തെല്ലാം ധൃതി പിടിച്ച ജോലികൾ ഉണ്ടായാലും നമ്മൾ അരമണിക്കൂറെങ്കിലും ഭഗവത് കഥ കേൾക്കാനും പ്രാർത്ഥിക്കാനും സമയമെടുക്കണം. അല്ലെങ്കിൽ രാജാവിന് പറ്റിയതുപോലെ ഒരു നിമിത്തം നമുക്ക് ഉണ്ടാക്കി വെക്കണ്ട. നമുക്കും പല പല നിമിത്തങ്ങൾ, എനിക്കും പല പല നിമിത്തങ്ങൾ കൊണ്ടാണ് ഞാനും ചില സമയങ്ങളിൽ ചിന്തിക്കും, ഇന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നത്. നമ്മൾ ഓരോ പടി മുന്നോട്ട് വളർന്നു വരുന്തോറും നമുക്ക് ഓരോരോ നിമിത്തങ്ങൾ ഉണ്ടായി വരും. നമ്മൾ എന്നാലേ അല്ല ഭഗവാൻ നേരിട്ടൊന്നും പറയത്തില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഇടകൾ വരും, നിമിത്തങ്ങളുണ്ടാകും. അതുകൊണ്ട് ഓരോ നിമിത്തം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇന്നതിനാണ്. നമുക്ക് പാഠങ്ങൾ തരുന്ന 1-ാം ക്ലാസ്സിൽ പഠിച്ച് പാസ്സാകുമ്പോൾ 2-ാം ക്ലാസ്സിൽ പോകുന്നത് പോലെ. അപ്പോൾ എന്താ, ശാപഗ്രസ്തനായതിനു ശേഷമാണ് പരീക്ഷിത് മഹാരാജാവിന് ഭഗവാന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടായത്. അടുത്തത്, പരീക്ഷിത്ത് എന്ന ഈ രാജാവ് പാണ്ഡവന്മാരുടെ പൗത്രനാണ്. അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ പുത്രൻ. ഭാരതയുദ്ധകാലത്ത് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന ഈ പരീക്ഷിത് മഹാരാജ് കുഞ്ഞായി കിടന്നപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിച്ചു. അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രമായിരുന്നു അത്. ആ അസ്ത്രത്തിൽ നിന്ന് കുഞ്ഞ് ഗർഭത്തിൽ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ അതിന് ഭഗവാന്റെ ചക്രം കൊണ്ട് അത് എല്ലാം മുക്തനാക്കി വെച്ചു. അവിടെ അങ്ങനെ വെച്ച് കിട്ടിയ കുഞ്ഞാണ് പരീക്ഷത്ത് പോലും പേരിട്ട്, പരീക്ഷിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് പരീക്ഷത്ത് എന്ന് പേര് വന്നു, പരീക്ഷിത്ത്. അതാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഭഗവാൻ രക്ഷിച്ചെടുത്തതുകൊണ്ടാണ് ഈ കുഞ്ഞ് അല്ലെങ്കിൽ അന്ന് മരിച്ചു പോകേണ്ടതാണെന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഗർഭത്തിൽ കിടന്ന സമയത്താണ് അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം അയച്ചത്. അപ്പോഴാണ് അമ്മയുടെ ഗർഭം ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് മൂടി പൊതിഞ്ഞു വച്ചു, രക്ഷിച്ചു. പിന്നെ അടുത്തത്, ഈശ്വരാധീനമെന്നോർത്ത് വിശ്വനിർഭൻ. ഇപ്പം ലോകം ഈശ്വരൻ്റെ അധീനതയിലാണെന്ന് ഓർമ്മയുള്ളവനായ ആ രാജാവ് എപ്പോഴും ഭഗവത് പാദങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു. എന്താ, ഈ ലോകം മൊത്തവും ഈശ്വരൻ്റെ അധീനതയിലാണെന്ന് നമുക്കൊക്കെ അറിയാമോ? ലോകപിതാവായ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ നാഥൻ, രാജാവ്. ലോകം ഈശ്വരൻ്റെ അധീനതയിലാണെന്ന് ഓർമ്മയുള്ളവനായ ഈ രാജാവ്, ഏതാ, പരീക്ഷിത് മഹാരാജാവ്, എപ്പോഴും ഭഗവത് പാദങ്ങളിൽ വിശ്വാസാർപ്പിച്ചു. ലോകരക്ഷണത്തിൽ വിഷ്ണുവിന് ഇത്രയും താല്പര്യമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തിനെ ഗർഭത്തിൽ രക്ഷിച്ചതുകൊണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം മനസ്സിലാക്കുമ്പോൾ ഇത്രത്തോളം ജനങ്ങളെ, ഭക്തന്മാരെ ആയാലും ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു ഭഗവാൻ മറ്റെങ്ങും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ ഇത്രയും താല്പര്യം ഉള്ളൂ എല്ലാവരെയും രക്ഷിക്കാൻ, കരുതാൻ. നമ്മളെ എല്ലാവരും ഭഗവാന്റെ സന്തതികളാണെന്നുള്ള കരുതൽ ഭഗവാന് മാത്രമേ ഉള്ളെന്ന് ആര് മനസ്സിലാക്കി? പരീക്ഷിത്ത് മഹാരാജാവ് മനസ്സിലാക്കി. അഞ്ചാമത്തത്, ഉത്തമൻ ദിഗ്ജയെ. അതായത് ഉത്തമനായ പരീക്ഷിത് രാജാവ് ഗുണം അറിയുന്നവനാകയാൽ എല്ലാത്തിൻ്റെയും ഗുണമഹിമകൾക്ക് അദ്ദേഹത്തിന് അറിയാം. രാജാവല്ലേ? ഉത്തമനായ പരീക്ഷിത് രാജാവ് ഗുണം അറിയുന്നവനാകയാൽ പണ്ട് ദിഗ്വിജയം നടത്തിയ കാലത്ത് അദ്ദേഹത്തിന് രാജ്യാഭാരങ്ങളൊക്കെ ഇങ്ങനെ രാജാവായിരുന്ന സമയം ദിഗ്വിജയത്തിന് വേണ്ടി പോകും. അങ്ങനെ നടത്തിയ കാലത്ത് ആണ് കലി ദുഷ്ടനാണെന്നറിയുന്നത്. എങ്ങനെയാ അത്? ഭൂമിദേവി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എന്താ, ഈ ലോകത്തിലെ ദുഷ്ടതകളെ കണ്ട് ഓർത്ത് വിഷമിച്ച് കരയുന്ന സമയത്താണല്ലോ രാജാവ് ദിഗ്വിജയം കൊണ്ടവിടെ കണ്ടത്. അപ്പോഴാണ് കലിയെ കാണുന്നത്, കലിയായിട്ട് വന്ന ആളിന്. അപ്പോൾ എന്ത് വന്നു? കലി ദുഷ്ടനാണെന്നറിഞ്ഞു ഈ രാജാവ്. അപ്പോൾ വധിക്കപ്പെടേണ്ടവൻ അല്ലെന്നങ്ങ് നിശ്ചയിച്ചു. എന്താ കാരണം? എന്തെന്നാൽ
കലിയെ വധിച്ചില്ല. കാരണം കലിയുഗത്തിൽ നാമസങ്കീർത്തനത്താൽ കലിയുടെ യുഗത്തിൽ മുക്തി നേടാൻ കഴിയും. കലിയുഗം ഇവിടെ വേണം ഭക്തന്മാരെ വഴി നടത്താൻ. എങ്ങനെയാ? ഒരു ഭക്തനെ മുമ്പോട്ട് നയിക്കാൻ കലി എന്നുള്ള കാരണം ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ നമ്മളാരും ഈശ്വരനെ അറിയത്തില്ല. അതും കൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തുകൊണ്ട് അവിടെ നേടാം, ജയിക്കാം നമുക്കെല്ലാവർക്കും ഭക്തന്മാർക്ക്? നാമസങ്കീർത്തനം ഔഷധം, കലി വിഷം. ഈ വിഷത്തിൽ നിന്നെല്ലാം മുക്തനാവാൻ, മുക്തയാവാൻ ഇവിടെ നാമസങ്കീർത്തനത്താൽ നേടാം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ട് കലിയെ അന്ന് വധിച്ചില്ല. കലി ഇവിടെ വേണം, എന്നാലേ നമുക്കൊക്കെ മനസ്സിലാവാൻ പറ്റൂ, ഭഗവാനെ രുചിച്ചറിയാൻ പറ്റുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളില്ലാതെ ഇരുന്നാൽ നമ്മൾ ഈശ്വരനെ എങ്ങനെ അറിയും? എന്തെങ്കിലും അറിയാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ ചില ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഭഗവാനുള്ള ചിന്തയും ഭഗവത്ഭക്തനായി മാറാനും പറ്റുകയുള്ളൂ. അതാണ് ഊഢമോദേന നായാട്ടിനായി പോയ, അത് നമ്മൾ ചൊല്ലിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെ മുനിശ്രേഷ്ഠൻ ധ്യാനമാർഗസ്ഥിതം, അതായത് മഗ്നനായിരിക്കുന്ന, എന്താ ധ്യാനത്തിൽ മഗ്നനായിരിക്കുകയാണ് അവിടെ മുനി, ഒരു താപസൻ. നായാട്ടിനായി കാട്ടിൽ സഞ്ചരിച്ച് ദാഹിച്ചു വലഞ്ഞ പരീക്ഷത്ത് ഒരാശ്രമത്തിൽ ചെല്ലുകയും അവിടെ ധ്യാനമഗ്നനായിരിക്കുന്ന ഒരു മുനിശ്രേഷ്ഠനെ കാണുകയും ചെയ്തു. എന്താ, ദാഹിച്ചു വലഞ്ഞാണ് ചെല്ലുന്നത്. എവിടുന്ന് അല്പം വെള്ളം കുടിക്കാൻ കിട്ടും? ഉച്ച സമയം, നട്ടുച്ച സമയം. അപ്പോൾ ധ്യാനത്തിൽ മഗ്നനായിരിക്കുകയാണ് ആരാ? അവിടുത്തെ മഹർഷി, ഒരു മുനി. അപ്പോൾ ഇദ്ദേഹം ദാഹിച്ചു വലഞ്ഞ് പരീക്ഷത്ത് ആശ്രമത്തിൻ്റെ അടുക്ക ചെന്നു. ആശ്രമത്തിൽ ചെന്നപ്പോൾ എന്താ ചെന്ന് ധ്യാനത്തിൽ മഗ്നനായിപ്പോയി. അദ്ദേഹം പുറമേയുള്ളതൊന്നും അറിഞ്ഞില്ല. ആ മുനിശ്രേഷ്ഠനെ കാണുകയും ചെയ്തു. എന്നിട്ടോ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അർത്ഥം പറയാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ബാക്കി വായിക്കാം. നമ്മൾ ഊഢമോദനം നായാട്ടിനായി പോയ അവിടെ വരെ ചൊല്ലിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ആ ദാഹജലം ചോദിച്ചു കൊടുക്കാഞ്ഞതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കുന്നത്. അപ്പോഴാണ് പാമ്പിനെ, ചത്ത പാമ്പിനെടുത്ത് കഴുത്തിലിട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. നമുക്കിന്ന് ഭഗവാൻ കണ്ണൻ്റെ ബാലലീല വായിക്കാം. ഇവിടെ കണ്ണൻ കുട്ടിനാളിൽ കാണിച്ച കുസൃതികളൊക്കെയാണ് ഇവിടെ യശോദാമ്മയടുത്ത് ഗോപസ്ത്രീകൾ പറയുന്നു. എന്താ പറയുന്നേ? പാലോട് വെണ്ണകട്ടുൺക എന്നുള്ളത് ബാലകന്മാരുടെ ശീലമല്ലോ സഖി. അത് കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ, അതൊക്കെ എല്ലാവരും കുഞ്ഞുങ്ങൾ ചെയ്യുന്നതല്ലേ, അത് അവരുടെ ശീലമാണല്ലോ. എന്നാലോ ഭാജനം കൂടെ തകർത്ത് കളവത് എന്താചാരമോ നീ നിരൂപിക്കാൻ മാനസേ, നീ വിചാരിക്കും എന്താ കുട്ടികൾ ഈ കഴിക്കുന്നതൊക്കെ എടുത്ത് കഴിക്കും, പക്ഷേ ഈ ഭാജനം, ഈ പാലിൻ്റെ പാത്രമൊക്കെ തകർത്ത് കളയുന്നത്, മൂടൊക്കെ കിഴിച്ച് അതിൽ കൂടെ കുഞ്ഞ് കുടിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത് ആചാരമാണോ എന്ന് ചിന്തിക്കൂ. വേദനയായത് അത്രേ പുനരന്മീതെ പലവിധം എന്ത് ചൊല്ലാവതോ. അതൊക്കെ പലവിധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് പറയാനാ? പാന ഉയർന്നു ഉറികളിൽ ചേരും കലങ്ങൾ എത്താകിൽ അതിനുടെ നേരെ ചുവട്ടിൽ ഉരലിട്ട് പാഞ്ഞ് നേറിയെടുത്തു കൊള്ളുവാനും. അതും അല്ലെങ്കിൽ എന്താ, ഉരലിൻ്റെ മുകളിൽ ആസനങ്ങൾ, പലകകളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പാചനം മൂട് തുളയ്ക്കും. നമ്മൾ അവിടെയൊക്കെയാണ് വായിച്ചത്, നമുക്കത് വായിക്കാം. അപ്പോൾ എന്തൊക്കെ ഇട്ട് ഉയരത്തിട്ട് കയറിയിട്ട് കുഞ്ഞിന് ഉറി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂർത്ത കോല കൊണ്ടുവന്ന് അതിൻ്റെ മൂട് കിഴിച്ചിട്ട് അതിൽ കൂടി വീഴുന്ന പാലൊക്കെ ഇങ്ങനെ കീഴിൽ നിന്ന് ഇങ്ങനെ കുടിക്കും. അതാണ് കുഞ്ഞിൻ്റെ വേല. ഇതൊക്കെയാണ് അവർക്ക് പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് യശോദാമ്മയെടുത്ത്. അത് അവർക്ക് സങ്കടമൊന്നുമില്ല, ഭഗവാൻ കണ്ണനോട് അത്രമാത്രം സ്നേഹമാണ്. എന്നാലും ഒരല്പം ഇത് കുസൃതി അങ്ങ് കൂടിക്കൂടി പോകുന്നു എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ യശോദാമ്മയെടുത്ത്. അതുകൊണ്ട് നമുക്കത് വായിക്കാം. നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഈ കളികളും ഈ കുസൃതികളും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ, അത്ര സുന്ദരനല്ലേ ഭഗവാനെ കാണാനും എല്ലാം കൊണ്ടും എന്തെല്ലാം കൗശലങ്ങളാണ് ഒപ്പിക്കുന്നത്. നമുക്കത് വായിക്കാം. പാര ഉയർന്നു നിന്നിടും ഉറികളിൽ ചേരും കലങ്ങളെത്താകിൽ അതിനുട നേരെ ചുവട്ടിൽ ഉരലിട്ടു പാഞ്ഞു ചെന്നേറി എടുത്തുകൊള്ളുവാനും. അതു എന്നിയേ പോരാകിൽ, അത് ഒത്തില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആസന പീഠാദികൾ പല വേറെ എടുപ്പിച്ചു വച്ച് എന്നിട്ടും എത്താകിലോ എടുപ്പിച്ചു വച്ചത് എത്താകിലോ കോൽ കൊണ്ട് ഭാജനം മൂട് തുളച്ച് തൻവായ് കൊണ്ടു വീഴുന്ന പാൽ നുകർന്നിടുവോൻ. അങ്ങനെ കുഞ്ഞെന്തെയും ഒന്നുകൊണ്ടും രക്ഷപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൂർത്തുള്ള കോല് കൊണ്ടുവന്ന് കിഴിക്കും, മൂട് കുത്തും. അപ്പോൾ അതിൽ കൂടി വീഴുന്ന പാല് കുടിക്കും.
ആ വായിൽ കൂടെ, അതായത് ആ ഓട്ടയിൽ കൂടെ, ദ്വാരത്തിൽ കൂടെ പാത്രത്തിൻ്റെ മൂട് തുളയ്ക്കുമ്പോൾ വായ കൊണ്ട് വീഴുന്ന പാല്, അതിനൊരു വായാവുമല്ലോ, ഒരു ഓട്ടയാവും, അതിൽ കൂടെ വീഴുന്ന പാലാണ് പിന്നെ കുഞ്ഞു കുടിക്കുന്നത്. തന്നണയത്തു ചൂഴും പരിചോട് വന്ന് ആനന പത്മവും കണ്ടു കണ്ട് അങ്ങനെ നിൽക്കുന്ന മർക്കട മാർജാരകാദികൾക്കൊക്കെ തെളിവോടും അങ്ങ് കൊടുക്കയും ചെയ്തു കളയും. അപ്പോഴെന്ത് വന്നു? ഭഗവാൻ ഈർത്തിങ്ങനെ ആ ചോർന്ന് വീഴുന്ന പാല് കുടിക്കുമ്പോൾ മർക്കട കുരങ്ങന്മാരും പൂച്ചകളും പൂച്ചക്കുഞ്ഞുങ്ങളും എല്ലാം, മർക്കടനും മാർജാരകൻ, വലിയ വലിയ പൂച്ചകളാണ് മാർജാരകന്മാർ. അപ്പോൾ ആദികൾ, അവിടെ കുട്ടികളും ഈ മർക്കടനാര കുരങ്ങനും ഒക്കെ വന്ന് നിന്ന് അത് കണ്ട് കണ്ട് ഭഗവാന്റെ മുഖപത്മം, അത്ര തേജസ്സോടുകൂടി താമര പോലിരിക്കുന്ന പത്മം, അതാണ് ഭഗവാന്റെ മുഖത്തിൻ്റെ ശോഭ. താമര പോലിരിക്കുന്ന മുഖത്തെ കണ്ടിങ്ങനെ കൊതിച്ച് നിൽക്കും ഈ മർക്കടനും മാർജാരനും ഒക്കെ. അപ്പോഴെന്ത് ചെയ്യും? ആനന പത്മം, അങ്ങനെയുള്ള മുഖം കണ്ടങ്ങനെ നിൽക്കും, കൊതിച്ച് നിൽക്കും ഈ പൂച്ചകളൊക്കെ. നിൽക്കുന്ന മർക്കട മാർജാരകാദികൾക്കൊക്കെ തെളിവോടും അങ്ങ് കൊടുക്കുകയും, തെളിവോടാണ് കൊടുക്കുന്നത്. കുഞ്ഞിന് മാത്രമല്ല കുടിക്കുന്നത്, കുഞ്ഞ് ഈ മൃഗങ്ങൾക്കൊന്നും കൊടുക്കത്തില്ല, ആരും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാന് പ്രത്യേകിച്ച് അവരോടത്ര ഇഷ്ടം മൃഗത്തിനോട്. അത് എത്രമാത്രം ആനന്ദ ലഹരിയാണെന്ന് ഞാനത് ഉൾക്കൊള്ളും, കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. ഒരു 10-30 വർഷം കൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഏത് കാക്കയാണോ പൂച്ചയാണോ പട്ടിയാണോ എന്താണ് എൻ്റെ അത് 30 വർഷം ആർത്തിയോടെയാണ്, തെളിവോടെയാണ് കൊടുക്കുക. അവർ കഴിക്കുന്ന കാണുമ്പോൾ എന്തൊരു ആനന്ദമാണ്. ഇപ്പം എനിക്ക് മൃഗങ്ങളൊന്നും വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കാക്കകളൊക്കെയുള്ള പൂച്ചകളും, കാരണം ഇവിടെ താമസം മറ്റാരും ഇല്ലാത്തതുകൊണ്ട് മത്സ്യം വാങ്ങിക്കാറില്ലാത്തതുകൊണ്ട് പൂച്ചകളൊന്നും വരാറില്ല. മറ്റേത് എപ്പോഴും പൂച്ചയായിരുന്നു, എത്ര പൂച്ചകൾ കാണണം. അപ്പോഴേ അതിനുവേണ്ടി ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ചിരുന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട്, എന്തും കൊടുക്കാനൊരു തെളിവായിരുന്നു എനിക്കും. കൊടുക്കാനൊരു വെപ്രാളമാണ്. കാരണം എന്താ, നാക്കെടുക്കാ പ്രാണി ആയതുകൊണ്ടായിരിക്കും കൂടുതലും. ഭഗവാനും അത് തന്നെയാണ്. കാരണം അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഉള്ള ഒരു തെളിവോട് കൊടുക്കുന്നവർ തന്നെ വേണം. കാരണം എത്ര കളഞ്ഞാലും ചിലരുടെ വീട്ടുകാർ കൊടുക്കുകയില്ല. വെറുതെ വാരിയ അയ്യത്ത് കളഞ്ഞാലും മൃഗങ്ങൾക്കൊന്നും പക്ഷികൾക്കൊന്നും അവർക്ക് മനസ്സോട് കൊടുക്കുകയില്ല. അതാണ് ഇതിൽ വരുന്ന കാര്യം. അപ്പോൾ എനിക്ക് എത്രമാത്രം ഭഗവാനാ ചെയ്യുന്നത് ഓർക്കുമ്പോൾ അത്ര ആനന്ദം എനിക്കുണ്ടാകുന്നു. അങ്ങനെ മനസ്സോടുകൂടി തെളിഞ്ഞ് കൊടുക്കുന്നവരാരുണ്ടെങ്കിലും കമൻസ് ചെയ്യണേ. അപ്പോൾ ഭഗവാനും ഇങ്ങനെ തെളിഞ്ഞ് അതാ പറയുന്നത്, മർക്കട മാർജാരകാദികൾക്കൊക്കെ തെളിവോടാണ്. തെളിവോടെന്ന് വെച്ചാൽ എന്താ, അത്ര ആനന്ദത്തോടു കൂടിയാണ് ഭഗവാൻ കൊടുക്കുന്നത്. കൊടുക്കയും ചെയ്തുകളയും അത് കണ്ട് ഞങ്ങളെ. അപ്പം അതെല്ലാം ആര് കാണുന്നു? ഞങ്ങൾ, അവിടെ ഉള്ള സ്ത്രീകൾ, ഞങ്ങളെ പൈതൽ തന്നെ. എന്തിക്ക് പൈതൽ കുട്ടി, ആരുടെ അടുത്ത കണ്ണൻ്റെ കുഞ്ഞാണല്ലോ. ഇവരിത് കാണും. ഈ മർക്കടന്മാർക്കും കുരങ്ങന്മാർക്കും ഒക്കെ കൊടുക്കുന്നതും ഈ ചോർന്ന് ഇങ്ങനെ വീഴുന്ന പാചനം മൂട് തുളയ്ക്കുന്നത് ഇതൊക്കെ വന്ന് കണ്ട് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അന്തികേ ചെല്ലുകിൽ അഞ്ചസാ പാഞ്ഞൊളിച്ചിടും ആകൂതങ്ങൾ വന്നുകൂടാനുള്ള കോപം മറിച്ച് രണ്ടാമതും പോന്നവനേറ്റവും ഉപദ്രവിച്ചിടുവോൻ. അപ്പോൾ എന്ത് വരും? ഇവർ വന്ന് കണ്ടുപിടിക്കും ഇങ്ങനെ ഇങ്ങനെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട്. ഈ പൈതൽ, അതായത് കണ്ണൻ്റെ അടുത്തേക്ക് സ്ത്രീകൾ വരുമ്പോൾ പാഞ്ഞൊളിച്ചിടും ആകൂതങ്ങൾ, അതായത് കോപമൊക്കെ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ട് രണ്ടാമതും പോന്നവൻ ഏറ്റവും ഉപദ്രവിച്ചിടുവോൻ. എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞിനൊരു വല്ലായ്മ വരുമ്പോൾ ഒരു ദേഷ്യമുണ്ട്, അത് മറച്ചു പിടിക്കും. അയ്യോ വന്ന് കണ്ടല്ലോ. അപ്പോൾ ഒരു വല്ലായ്മ വരുമ്പോൾ കുഞ്ഞല്ലേ, അതിന് അത്രയ്ക്കുള്ള ഇതില്ലല്ലോ. അപ്പോൾ വന്ന് ഒരു രണ്ടാമത് ഇങ്ങനെ ഒരു കോപം വന്നത് മറച്ചു പിടിച്ചിട്ട് ചേർന്ന് നിന്ന് അൻപോട് അരികെ നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നേ? ചേർന്ന് നിന്ന് ഇരിക്കും മറ്റു കുഞ്ഞുങ്ങൾ, അവിടേക്കുള്ള വീട്ടിലുള്ള കുട്ടികൾ ഭഗവാന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുന്നവരെ, പിള്ളരെ മൂർത്തുള്ള നഖങ്ങളാൽ ഉള്ള അഴൽപ്പെട്ട് തുള്ളുമാറൊക്കവേ നുള്ളിക്കരയിക്കും. ഉള്ളം കലങ്ങി നിന്ന് എള്ളോളമില്ല അതിനുള്ളിലുള്ള ഏതുമേ നന്നായി നോവിച്ചങ്ങ് നുള്ളും. ഇല്ല, കോപമുള്ളിലുണ്ട്, അത് മറച്ചു പിടിക്കുന്നതിന് എന്തെങ്കിലും കാണിക്കണ്ടേ? അവിടെ നിന്ന് പഴയ്ക്കണ്ടേ? കണ്ണനെ വന്ന് കണ്ടു മനസ്സിലാവുന്നതും കണ്ണന് മനസ്സിലാവും. അയ്യോ അവർ വന്ന് കണ്ടല്ലോ, ഇതൊക്കെ നുള്ളി കൊടുക്കുന്നത് ഈ പൂച്ചകൾക്കും കുരങ്ങനൊക്കെ കൊടുക്കുന്നതും കണ്ട് ഈ കലമല്ല ഓട്ടയിട്ട് അതിൽ കൂടെ പാല് വീണുകൊണ്ടിരിക്കുന്നത് വന്ന് കാണുമ്പോൾ എത്രമാത്രം ഒരു മനസ്സിനൊരു വല്ലായ്മയല്ലേ. അതിൻ്റെ ദേഷ്യമൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചതിനെ അങ്ങനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പല വേലകൾ കാണിക്കുന്നതാണ്. അടുത്ത് നിൽക്കുന്ന കുട്ടികളെ അങ്ങ് നുള്ളിയിട്ട് നല്ല മൂത്ര നഖം കൊണ്ട് നുള്ളി കരയിക്കും.
കരയ്ക്ക് ഉള്ളം കലങ്ങി നിന്നെള്ളോളമില്ല അതിനുള്ളുള്ള ഏതുമേ ചൊല്ലുവതെന്തിനിയും തവ നന്ദനൻ അല്ലൽപ്പെടുത്തവയെല്ലാം ഓരോ വിധം. അങ്ങനെ ഇനി എന്താ ഇതിൽ കൂടി പറയാനുള്ളത്? ചൊല്ലുവതെന്തിനിയും അങ്ങയുടെ കുട്ടി തവ നന്ദനൻ യശോദയുടെ മകൻ അല്ലൽപ്പെടുത്തവയെല്ലാം ഓരോ വിധമാണ് ഈ കുഞ്ഞ് അല്ലൽപ്പെടുത്തുന്നത്, വിഷമിപ്പിക്കുന്നത്. ഇങ്ങനെ വന്ന് കാണുമ്പോൾ കോപമെല്ലാം മറച്ചു പിടിച്ചിട്ട് കുട്ടികളെ നുള്ളി തുള്ളുന്ന രീതിയിൽ അവർക്കൊന്ന് കരയും, തുള്ളും. അതായത് കുഞ്ഞുങ്ങളെ ദേഹം നോവുമ്പോൾ ചാടി ചാടി തകർത്താ കരയുന്നത്, പൊങ്ങി പൊങ്ങി കരഞ്ഞങ്ങ് അത്രമാത്രം അങ്ങ് നോവും കുട്ടികൾക്ക്. എന്താ കാരണം? ഭഗവാൻ വിചാരിച്ചിട്ടൊന്നും അല്ല അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കോപമൊക്കെ ഒന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഭഗവാൻ അന്നേരം അറിയുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് നോവുന്നത്. അത്രമാത്രം ഇവരത് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു വിപ്രതിയാണത്. അതിനെന്താ പറയാ, അത് നമുക്ക് മനസ്സിലറിയണമെങ്കിൽ ആ കാലം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഓരോ വിധം അല്ലൽപ്പെടുത്തുന്നു. പിന്നീട് നല്ല പാൽ വെണ്ണ കവർന്നെടുപ്പാൻ തനിക്കില്ലങ്ങ് അവസരം എന്നാകിൽ അൻപോടുമെല്ലേ കളിച്ചു വന്നുള്ള അകമ്പുക്ക് നിന്നുള്ളം തെളിഞ്ഞഴും കൗശല വാക്കുകൾ ചൊല്ലി ചിരിച്ച് ആദ്യം നല്ലനായി അങ്ങനെ കല്യാണശീലനായെങ്ങും നടന്നോരോ. അപ്പോൾ എന്താ, നല്ല പാലും വെണ്ണയൊക്കെ കവർന്നെടുക്കാൻ, മോഷ്ടിച്ചെടുക്കാൻ അവസരം ഇല്ല എന്ന് കണ്ടാൽ എന്തുവരും? നല്ല പാൽ വെണ്ണ കവർന്നെടുക്കാൻ തനിക്ക് അവസരം കിട്ടാതെ നിൽക്കും. കാരണം മറ്റ് ആളുകൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും അവസരം പാർത്ത് നിൽക്കും, അവസരം കിട്ടത്തില്ല. കുഞ്ഞിൻ്റെ അടുക്കൽ നിന്ന് അവരാരും മാറത്തില്ല. അതിനിപ്പോൾ എന്ത് ചെയ്യപ്പോഴും മെല്ലെ അവിടെ കളിച്ചൊക്കെ നിൽക്കും. പതുക്കെ കളിച്ചും ചാടിയൊക്കെ നിന്നിട്ട് ഉള്ളകം ബുക്ക് നിന്ന് ഉള്ളം തെളിഞ്ഞഴും. അപ്പോൾ ഉള്ളത്തിൽ നിന്ന് നല്ല തെളിവോട് എന്തുവരും? നല്ല നല്ല കൗശല വാക്കുകൾ, ചിരിപ്പിക്കുന്ന വാക്കുകൾ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വരും. കളിച്ച് നിൽക്കും. എന്തിനാ? അവസരം നോക്കുക. അവർ ഇതൊക്കെ കേട്ട് ചിരിച്ച് മയങ്ങി അവർ ദൂരേക്ക് മാറുമ്പോൾ, അവർ മറ്റു ജോലിക്ക് പോകുമ്പോൾ ഭഗവാന് അവസരം കിട്ടും. അതിനുവേണ്ടി കൗശല വാക്കുകളൊക്കെ പറഞ്ഞ് ചിരിച്ച് നല്ലനായിട്ട് നിൽക്കുന്ന നല്ല കല്യാണശീലനായി എങ്ങും അങ്ങ് നടക്കും. ചൊല്ലി ചിരിപ്പിച്ചും കൊണ്ട് നിൽക്കും. ഞാൻ നല്ല കുട്ടിയാണ്, നല്ലനായി, ഞാൻ നല്ലവനാണ്, കല്യാണശീലൻ, എനിക്ക് നല്ല ശീലമേ ഉള്ളൂ, എനിക്ക് ദോഷത്തരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ ചാടിയും തകർത്തൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും കൗശല വാക്കുകൾ പറഞ്ഞ് അവരെ ചിരിപ്പിച്ചും മയക്കിയും അവർ മറ്റ് ജോലിക്കൊക്കെ പോകുന്നതിനെ സമയം നോക്കി ഇങ്ങനെ നിന്നിട്ട് കല്യാണശീലനായി എങ്ങ് നടന്ന് ഓരോ പാത്രങ്ങൾ, പാൽക്കിഴ, പാൽക്കലം എന്നിവ ചോർത്ത് കളഞ്ഞ് അറുത്തിയുടെ ഉറികളും. അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെല്ലാം മാറിപ്പോകും. അപ്പോഴെന്ത് വരും? സമയം കിട്ടും, സന്ദർഭം വരും, അവസരം പാർത്ത് നിൽക്കുകയല്ലേ, ചിരിപ്പിച്ച് അവരെല്ലാവരും മാറിപ്പോകുമ്പോൾ ഈ പാത്രങ്ങളും പാൽക്കലമൊക്കെ എന്ത് ചെയ്യും? ചോർത്ത് കളഞ്ഞ് എന്തൊക്കെ ഇട്ട് കുത്തി കിഴിച്ചപ്പോൾ എന്ത് വരും? പാലും ഒക്കെ ചോർന്ന് വരും. ചോർത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ഉറിയൊക്കെ അങ്ങ് അറുത്ത്, പിച്ചാത്തി അവിടെ അങ്ങനെയൊക്കെ കിടക്കും. അങ്ങനെ ആ ഉറിയുടെ കയറൊക്കെ അങ്ങ് അറുത്ത് കളയും. പോയി ചെന്ന് ഞങ്ങൾ നോക്കുന്ന അതിന് മുന്നമേ വീഴ്ചയായി യാത്രയും ചൊല്ലി നടന്ന് ഓരോ വാട്ടമേതും ഭവിയാതെ. അങ്ങനെ ഇത് കണ്ടോണ്ട് അവർ ചെല്ലുമ്പോൾ എന്താ വരും? അവിടെ കുഞ്ഞ് അപ്പോഴേ വലിഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ട് അവർ സ്ഥലം വിട്ട്. കണ്ണൻ അവിടെ എങ്ങും ഇല്ല. ഇവർ വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കും, കുഞ്ഞിവിടെ വല്ലതും ചെയ്യുന്നോ, കള്ളത്തരം വല്ലതും കാണിക്കുന്നോ എന്നറിയാൻ വേണ്ടി നോക്കാൻ സമയത്ത് കുട്ടി അവിടെ അങ്ങ് കാണത്തില്ല. അതുപോലെ അങ്ങ് അടുത്ത വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതാണ് പോച്ചെന്ന് ഞങ്ങൾ നോക്കുന്ന അതിന് മുന്നമേ വീഴ്ചയായി യാത്രയും ചൊല്ലി നടന്ന് ഓരോ വാട്ടം ഏതും. ഒരു വാട്ടോ മുഖത്തില്ല. ഉറി അറുത്തെന്നോ പാത്രം കിഴിച്ചെന്നോ പാല് ഒഴുകി പോയെന്നോ ഒരു കുറ്റവും ചെയ്ത മുഖമേ ഇല്ല. ഒരു വാട്ടോ ഇല്ലാതെ അടുത്ത വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. ഇവർ നോക്കുമ്പോൾ എന്താ സുഖം, പാലെല്ലാം തറയിൽ കിടപ്പുണ്ട്, കുടിച്ച് വയറ് നിറഞ്ഞ് അദ്ദേഹം പോയി. ഉറിയും തറയിൽ കിടപ്പുണ്ട്, അറുത്ത് കളഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് വല്ല വാട്ടമുണ്ടോ? ഒരു വാട്ടവും ഇല്ല, ഒന്നും ചെയ്തില്ല, യാതൊന്നും ചെയ്തതുമില്ല, കണ്ടതുമില്ല, കേട്ടതുമില്ല. അവിടെ നിന്ന് യാത്രയും പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് എന്തിനാ പോകുന്നത്? വാട്ടമേതും ഭവിയാതെ കണ്ട് അന്യമാം വീട്ടിലകം പൊക്കൊരുത്തരറിയാതെ അടുത്ത വീട്ടിൽ ചെല്ലും. ആരും അറിയത്തില്ല, അവരെല്ലാം അകത്തായിരിക്കും. കണ്ണൻ എന്ത് ചെയ്യും? അടുത്ത വീട്ടിലേക്ക് ചെന്നിട്ട് പൈക്കളെയൊക്കെ വത്സങ്ങളെ വിട്ടുടൻ ഉൾക്കനിയോട് കുടിപ്പിച്ച് അവിടെയും നിൽക്കയില്ലങ്ങ് ഒരിടത്ത് ചെന്നാലും കണക്കത്രേ മഹാകഷ്ടമോർക്ക നീ. കുഞ്ഞെന്ത് ചെയ്യും? അവിടുന്ന് പാൽ കുടിച്ച് വയറ് നിറഞ്ഞല്ലോ, പിന്നെ കുട്ടികൾക്കല്ലേ വിശപ്പ്.
ഭഗവാൻ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയാൽ അത് മതി. കാരണം പാത്രം കിഴിച്ചിട്ട് വീണ പാലത്രയും കുടിച്ച് വയറ് നിറഞ്ഞ് ബാക്കി തറയിലും കിടപ്പുണ്ട് ഉറിയേർത്ത് കളഞ്ഞ് അടുത്ത വീട്ടിൽ ചെന്നിട്ട് ആരും അറിയാതെ ചെന്ന് വത്സങ്ങളെ പശുക്കുട്ടികളെ അഴിച്ചുവിട്ട് പാല് കുടിപ്പിക്കും. പിന്നെ ഭഗവാൻ വിചാരിക്കുന്നത് എന്താ, എന്നെപ്പോലെയല്ലേ കുഞ്ഞുങ്ങൾ, അവർക്കും വിശക്കത്തില്ലേ, അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഭഗവാൻ കണ്ണൻ എന്ത് ചെയ്യും, ആരും അറിയാതെ ഈ പശുക്കുട്ടികളെല്ലാം അഴിച്ചുവിടും. ഓരോ വീടുകളിലും ചെന്ന് ഇങ്ങനെ പൈക്കളെയൊക്കെ വത്സങ്ങളെ കുട്ടികളെ വിട്ടുടൻ ഉൾക്കനിവോട് കുടിപ്പിച്ച് അവിടെയും നിൽക്കുകയില്ല, ഒരിടത്തും നിൽക്കത്തില്ല. ഓരോ വീട്ടിലും ചെന്ന് കുഞ്ഞുങ്ങളെ അഴിച്ചുവിടുക, പശുക്കുട്ടികളെ വത്സങ്ങളെ കുട്ടികളെ അഴിച്ചുവിടുക, കുട്ടികൾ വയർ നിറച്ച് പാല് കുടിക്കുക. എങ്ങനെ കുടിപ്പിച്ച് അവിടെയും നിൽക്കയില്ല ഒരു വീട്ടിൽ. കാരണം വയറ് നിറഞ്ഞല്ലോ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വീട്ടിലെയും പശുക്കുട്ടികൾക്കാണ് പിന്നെ വിശപ്പ്. അങ്ങനെ ചെന്ന് ഉൾക്കനിവോട് കുടിപ്പിച്ച് അവിടെയും നിൽക്കയില്ല, അങ്ങ് ഒരിടത്ത് ചെന്നാലും ഉണ്ട കണക്കത്രേ മഹാകഷ്ടം ഓർക്ക നീ. അങ്ങനെയാണ് ഭഗവാൻ കണ്ണൻ ഓരോ വീട്ടുകളിൽ ചെന്ന് എല്ലാ പശുക്കുട്ടികളും കണ്ണനും ഒരുപോലല്ലേ, കുഞ്ഞുങ്ങളല്ലേ. ഭഗവാന് വിശപ്പുള്ളതാണ് തന്നെയാണ് പശുക്കുട്ടികൾക്കും. ഈ മുതിർന്നവർക്ക് അങ്ങനെ ചിന്തയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്ക് ഇന്ന് അനുഭവങ്ങളാണല്ലോ. എത്ര കഷ്ടപ്പെട്ട മൃഗങ്ങൾ ഈ വഴിയോ എവിടെയൊക്കെ വന്നാലും വീട്ടിൽ വന്നാലും ആരും ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം അറിയാം. ഈ വിശക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാം. പശുക്കുട്ടികൾക്ക് ആരാ ഒരു തുണ വായുണ്ടോ, നാക്കുണ്ടോ ചോദിക്കാൻ അവർക്ക്? അവർ എപ്പോഴെങ്കിലും കറക്കാൻ ചെല്ലുമ്പോഴല്ലേ ഇതിനെ തുറന്നു വിടുകയുള്ളൂ. അതുകൊണ്ട് കണ്ണൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഒരു കുറ്റവുമല്ല. ഭഗവാൻ കണ്ണൻ എങ്ങനെ വിശക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ഭഗവാൻ ചെയ്യുന്ന കുസൃതികളൊക്കെ ഇതൊക്കെയായിരുന്നു. സത്യത്തിൽ കുഞ്ഞ് എന്തെങ്കിലും ദോഷം ചെയ്യുന്നു, ഉറിയുടെ മണ്ടയെ കെട്ടി വെച്ചിട്ടല്ലേ ഉറി അറക്കുന്നത്, പാല് കൊടുക്കാത്തതുകൊണ്ടല്ലേ കലം കിഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞെന്താ കുറ്റം ചെയ്യുന്നത്? ഒരു കുറ്റവും ചെയ്യുന്നില്ല. ഭഗവാൻ നോക്കുമ്പോൾ കുറ്റവും തന്നെയില്ല. ഈ ജനങ്ങൾ നോക്കുമ്പോൾ, സ്ത്രീകൾ നോക്കുമ്പോൾ ഇതെല്ലാം കുറ്റമായി കാണുന്നു. എന്നാൽ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് താനും. ഭഗവാൻ അത്രത്തോളം സ്നേഹം ആ കുഞ്ഞിനെ. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.